അന്തിമയങ്ങുമ്പോൾ കൊന്ത ചൊല്ലുവാൻ അമ്മയുടെ അരികിൽ ഓടിയണയുന്ന മക്കളും, ദൂരേക്ക് പോകുമ്പോൾ കൊന്തയെടുക്കുവാൻ മറക്കല്ലേ എന്ന് പറയുന്ന അമ്മമാരും ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഭയപ്പാടിന്റെ ഭീതിയിൽ നിന്നും ശാന്തിയുടെ തീരത്തേക്ക് യാത്ര ചെയ്യുവാൻ ജപമാല മണികൾ അവർക്കെന്നും ആശ്രയമായിരുന്നു. ഒരിക്കൽ ഒരു സന്യാസിയോട് വഴിയാത്രക്കാരൻ ചോദിച്ചു, ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ എത്ര ദൂരം താണ്ടണം? സന്യാസി മറുപടി നൽകി, ഒരു കൊന്ത ദൂരം. ഒന്ന് നിർത്തിയിട്ട് സന്യാസി വീണ്ടും പറഞ്ഞു, 25 മിനിറ്റ് നടക്കണം. ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുന്നവൻ സഞ്ചാര ദൈർഘ്യം അളക്കുന്നത് പോലും കൊന്തയുടെ ദൂരം കൊണ്ടാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിത ദൂരം പോലും ജപമാലയുടെ ദൂരമല്ലേ? പരിശുദ്ധ കന്യകാമറിയം ഗബ്രിയേൽ ദൂതന്റെ അരുളപ്പാട് ശ്രവിച്ചത് മുതൽ സഹന വഴികളിലൂടെയും പീഡാനുഭവ പാതയിലൂടെയും നടന്ന് ഉത്ഥാനത്തിന്റെ മഹത്വം ദർശിച്ചതുപോലെ കൊന്തയുടെ ദൂരം മനസ്സിൽ ധ്യാനിച്ച് ദൈവിക മഹത്വം നമുക്കും ഉൾക്കൊള്ളാം.